കുഞ്ഞുങ്ങളെ ജോമെട്രിക് പ്രോഗ്രഷൻ നമുക്ക് ഫോക്കസ് ഏരിയയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. അപ്പം അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ, ജി പി ജോമെട്രിക് പ്രോഗ്രഷൻ. ഇൻ ജി പി ദ തേർഡ് ടൈം ഈസ് 24. ഒരു ജി പിയുടെ മൂന്നാമത്തെ പദം 24ആണ്. ആറാം പദം 192ആണ്. ഫൈൻഡ് ദ 10th ടൈം. എന്നാൽ 10ാം പദം കാണുവാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മളൊന്ന് പറഞ്ഞു ജി പിയുടെ nth ടൈം കാണുന്ന ഇക്വേഷൻ എന്ന് പറയുമ്പോൾ nth ടൈം കഴിഞ്ഞ ക്ലാസ് റിപ്പീറ്റ് ചെയ്താണ് ഒന്നുകൂടെ പറയാണ്. nth ടൈം എന്ന് പറഞ്ഞാൽ an is equal to ar raised to n minus 1 ആണ്. nth ടൈം ഓഫ് ജി പി എന്ന് പറഞ്ഞാൽ കാണാൻ പഠിക്കണം. ar raised to n minus 1 a into r raised to n minus 1 ആണ്. പിന്നെ നമ്മൾ തേർഡ് ടൈം എന്ന് പറയുമ്പോൾ എന്നിന് നമ്മൾ 3 കൊടുക്കുക. അപ്പം a3 is equal to ar raised to 3 minus 1 അതായത് ar സ്ക്വയർ എന്ന് വരും. തേർഡ് ടൈം എന്ന് പറയുമ്പോൾ ar സ്ക്വയർ ആണ്. അപ്പം അതുപോലെ സിക്സ്ത് ടൈം എന്ന് പറയുമ്പോൾ എന്നിന് 6 കൊടുക്കുക. അപ്പം a6 എന്ന് പറഞ്ഞാൽ ar raised to 6 minus 1 അതായത് ar raised to 5 എന്ന് വരും. അപ്പൊ ശ്രദ്ധിച്ചോളുക, നമുക്ക് nth ടൈമിന്റെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ തേർഡ് ടൈം എന്ന് പറയുമ്പോൾ എന്നിന് 3 കൊടുത്താൽ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമും r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ 3a 6 12 ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ പറ്റും. കാരണം 3 into 2 6 ആണ്, 6 into 2 12 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അപ്പം ആ ഒരു ടൈം നിശ്ചിത ടൈം കൊണ്ട് ഗുണിച്ച് എഴുതുക. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന ടൈംസിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. മനസ്സിലായല്ലോ? 3 into 2 6 6 into 2 12 അങ്ങനെ. അപ്പൊ ഇതിനെ ഫസ്റ്റ് ടൈം a എന്ന് വിളിക്കാം. ഇതിനെയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. അപ്പൊ അത് കഴിഞ്ഞ മാസമൊക്കെ പറഞ്ഞതിനുണ്ട്, ഓർത്തോളൂ. അപ്പം ഇവിടെ നമ്മൾ കണ്ടോ തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്നിന് 3 കൊടുക്കുന്നു. 3 കൊടുക്കുമ്പോൾ ar സ്ക്വയർ. അപ്പൊ തേർഡ് ടൈമിന്റെ ഷോർട്ട് ഫോം ar സ്ക്വയർ. അപ്പം അതുപോലെ എന്നിന് 6 കൊടുക്കുന്നു. സിക്സ്ത് ടൈം 192. അപ്പൊ എന്നിന് 6 കൊടുക്കുമ്പോൾ a6 എന്ന് പറഞ്ഞാൽ ar raised to 6 minus 1 ar raised to 5 ആണ്. അപ്പൊ അതിനകത്ത് ഒരു ഷോർട്ട് ഫോം നമ്മൾ ഓർത്തിരിക്കുക. തേർഡ് ടൈമിന്റെ ഷോർട്ട് ഫോം ar raised to 2 ഒന്ന് കുറച്ച് ഡിഗ്രി ഒന്ന് കുറച്ചാൽ ar raised to 2. സിക്സ്ത് ടൈം എന്ന് പറയുമ്പോൾ ar raised to 5. നയൻത് ടൈം എന്ന് പറയുമ്പോൾ ar raised to 8. 12th ടൈം എന്ന് പറയുമ്പോൾ ar raised to 11. അപ്പൊ അതുപോലെ ഇവിടെ തേർഡ് ടൈം 24 ആണ്. തേർഡ് ടൈം എന്ന് പറഞ്ഞാൽ 24 ആണ് അല്ലെ? തേർഡ് ടൈം 24 എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം എന്താ? തേർഡ് ടൈമിന്റെ ഷോർട്ട് ഫോം എന്താണ്? ar സ്ക്വയർ is equal to 24 ഇക്വേഷൻ 1. ഇനി അടുത്തത് സിക്സ്ത് ടൈം. സിക്സ്ത് ടൈം എന്ന് പറഞ്ഞാൽ 192 ആണ്. സിക്സ്ത് ടൈമിന്റെ ഷോർട്ട് ഫോം ar raised to 5 എന്ന് പറഞ്ഞാൽ 192. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. തേർഡ് ടൈം ar സ്ക്വയർ, സിക്സ്ത് ടൈം ar raised to 5. നമ്മൾ ഒന്നുകൂടെ ശരിക്കും ഒന്ന് എഴുതുക. നോക്കി, ar സ്ക്വയർ is equal to 24 ഇക്വേഷൻ 1. അടുപ്പിച്ചൊന്ന് എഴുതുക. ar raised to 5 is equal to 192 ഇക്വേഷൻ 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം അറിയാം? ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ar raised to 5 by ar സ്ക്വയർ is equal to 192 by 24. സെക്കൻഡ് ലെഫ്റ്റ് സൈഡ് തന്നെ കണ്ടോ. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. റൈറ്റ് സൈഡും സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു. a ക്യാൻസൽ ചെയ്തു. ഇത് കണ്ടോ, a raised to m by a raised to n, a raised to m minus n is equal to ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8 ആണ്. 8. അപ്പം r ക്യൂബ് is equal to 8 എന്ന് പറയുമ്പോൾ ആറിന്റെ സ്ഥാനത്ത് എന്ത് വില കൊടുത്താൽ 8 കിട്ടും. ആറിന് ഏതോ ഒരു സംഖ്യ 3 പ്രാവശ്യം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 8 കിട്ടുന്നു. 2 അല്ലേ? 2 into 2 അപ്പം അതിന് നമുക്ക് ഇങ്ങനെ എഴുതുന്നത് r is equal to ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറഞ്ഞാൽ r is equal to 2. r is equal to 2. ആ ആറിന്റെ വാല്യൂ ഇക്വേഷൻ 1ലോ 2ലോ ചെറിയ ഇക്വേഷൻ അത് കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. അപ്പൊ നമുക്ക് എയുടെ കണ്ടുപിടിക്കണം. അപ്പൊ r കിട്ടി, കോമൺ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. പുട്ട് r in equation 1. ഇക്വേഷൻ 1ൽ കൊടുക്കുമ്പോൾ ar സ്ക്വയർ is equal to 24 എന്നാണ്. അപ്പം a into 2 സ്ക്വയർ is equal to 24 ആണ്. a into 2 സ്ക്വയർ is equal to 24. അപ്പം a into 4 is equal to 24. അപ്പം a is equal to 24 by 4. a is equal to 6. കണ്ടോ, a into 4. a into 4 is equal to 24. അപ്പൊ a എന്ന് പറയുമ്പോൾ 24 by 4. 24 by 4 എത്ര? 6. അപ്പം a കോമൺ റേഷ്യോയും കിട്ടി, ഫസ്റ്റ് ടൈം കിട്ടി. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്ത് കാണാനാ? 10th ടൈം കാണാനാ പറയുന്നത് അല്ലെ?
ഇപ്പൊ 10th ടേമിന്റെ ഷോർട്ട് ഫോം എന്താ പെട്ടെന്ന് പറയാമല്ലോ. 10th ടേം എന്ന് പറയുമ്പോൾ AR/9 പെട്ടെന്ന് എഴുതിയാൽ മതി. 10th ടേം എന്ന് പറഞ്ഞാൽ AR/9 ആണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ nth ടേം കാണുന്ന ഇക്വേഷൻ AR/n-1 ആണ്. അപ്പം എന്നിനെ 10 എന്ന് ഇവിടെ കൊടുത്താൽ ഇവിടെ AR/10-1 AR/9 ആണ്. അപ്പൊ 10th ടേം AR/9. അപ്പൊ A കിട്ടി നമുക്ക് 6 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 2/9. അപ്പൊ 6 ഇൻറ്റു 2നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈസ് അറിഞ്ഞിരിക്കുക 512 ആണ്. 2/10 1024, 2/9 5 2/8 എത്ര വരും 128 അങ്ങനെ 256 അങ്ങനെ പോകും. നമ്മൾ നോക്കി വെച്ചേ 3072 ഇതാണ്. ഒരുപാട് വർഷം എക്സാം ചോദിച്ചാണ്, ഫോക്കസ് ചെയ്ത ടൈപ്പ് ആണ്. ശരിക്കും ഇതൊക്കെ പഠിക്കുക, ഇതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കും, നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. ജോമെട്രിക് പ്രോഗ്രഷന്റെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് കണ്ടോ. വിച്ച് ടേം ഓഫ് സീക്വൻസ് ഈസ് 2, 2√2, 4, etc. ഈസ് 128. അതായത് 2√2, 4 etc. എന്ന് കുറെ എഴുതി കഴിയുമ്പോൾ 128 എന്നൊരു ടേം ഇവിടെ വരും. അത് ഇതിന്റെ എത്രാമത്തെ പദമാണ്? വിച്ച് ടേം. അപ്പൊ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, അങ്ങനെ എഴുതി ഈ സീരീസിനകത്ത് ഈ സീക്വൻസിനകത്ത് ഒരു 128 എന്ന് പറഞ്ഞൊരു ടേം വരും. ആ 128 എവിടെയോ വരും. ആ ടേം എത്രാമത്തെ പദമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ പദം, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം, ഇത് എത്രാമത്തെ പദമാണ് എന്ന് പറയുമ്പോൾ എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. ഫസ്റ്റ് ടേം 2 ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. കാരണം 2വിനെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2√2, 2√2നെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 അങ്ങനെ. അപ്പം അതിന്റെ എളുപ്പമാർഗം കൊണ്ട് നമ്മൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തെ പദം ഹരിക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്നും രണ്ടാമത്തെ പദം ഹരിക്കുക. അപ്പം R = 2 ക്യാൻസൽ ചെയ്തു, R √. ഇതാണ് കോമൺ റേഷ്യോ. ഇതെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം ആണ് an ആണ് 128. nth ടേം എന്ന് പറയും. ലാസ്റ്റ് ടേമിനെ വിളിക്കുന്ന പേരാ an അഥവാ nth ടേം. ഇത് nth ടേം ആണ്. അപ്പൊ ഈ എയും ആറും n നമുക്ക് n കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ GPക്ക് ഇല്ല. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ 10th പഠിച്ചതിനകത്തുണ്ട്, നമ്പർ ഓഫ് ടൈംസ് കാണും. പക്ഷെ GPക്ക് nth ടേം വെച്ച് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ് an = AR/n-1. ഇതേ ഉള്ളൂ GPയുടെ ഇക്വേഷൻ, nth ടേം ഓഫ് കാണുന്ന ഇക്വേഷൻ. അത് വെച്ച് തന്നെ നമ്മൾ n കണ്ടുപിടിക്കണം. ഈ n നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ അത് തിരിച്ചെഴുതുകയാണ്. an = AR/n-1നെ തിരിച്ച് ഞാൻ എഴുതി AR/n-1 എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് എഴുതി, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതി, തെറ്റൊന്നുമില്ല. ഇനി ആ വാല്യൂസ് എല്ലാം കൊടുത്തേ. എയുടെ സ്ഥാനത്ത് 2 ഇങ്ങനെ കൊടുക്കുന്ന കാര്യം an-ന്റെ ആൻസർ നമുക്കറിയാം. എത്രാമത്തെ പദമാണ് 128 എന്ന് പറയുമ്പോൾ ആ 128 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വന്ന് കിടക്കുന്ന ടേം. അതിനെ വിളിക്കുന്ന പേര് എന്ത് ടേം. എന്ത് ടേം ആണ് an എന്ന് പറയുന്നത്, അല്ല xn എന്നും പറയാം കേട്ടോ. ചില ടെസ്റ്റ് അതൊക്കെ an എന്ത് ടേം an അഥവാ xn എന്നും വിളിക്കാറുണ്ട്. ഞാൻ തിരിച്ചു. അപ്പൊ എയുടെ വാല്യൂ 2 ഇൻറ്റു R അറിയത്തില്ല, R ഉണ്ടല്ലോ √2 √2n-1 = an എന്ന് പറഞ്ഞാൽ 128. അപ്പൊ നമുക്ക് √2n-1 എന്ന് പറഞ്ഞാൽ 128/2. അപ്പോൾ √2n-1 = 128/2 എന്ന് പറയുമ്പോൾ 64 64 കണ്ടോ. പക്ഷേ നമുക്ക് എക്സ്പോണൻഷ്യൽ ഉള്ള ടേം കണ്ടുപിടിക്കണം. ഇങ്ങനൊരു നിയമം, അതായത് ഇഫ് a/m = a/n എന്നാണ് കേട്ടോ. ബേസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഈക്വൽ ആയിരിക്കും. m = ഇതാണ് അതിന്റെ മെത്തേഡ്. ഇവിടെ √2 ആയതുകൊണ്ട് ഇതിനെ നമുക്ക് √2ന്റെ ഫോമിലേക്ക് മാറ്റണം കേട്ടോ. ഇതാണ് √2n-1. അപ്പൊ ഇവിടെ √2 എന്ന് വരണം, എന്നാലേ നമുക്ക് എക്സ്പോണൻഷ്യൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ രണ്ടും സെയിം ആണെങ്കിൽ ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ 64നെ √2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 64നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 64നെ നമ്മൾ √2 കൊണ്ട് പറ്റത്തില്ല, 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ടാകുമ്പോൾ 2 കൊണ്ട് 32, 2 കൊണ്ട് 16, 2 കൊണ്ട് 8, 2 കൊണ്ട് 4, 2 കൊണ്ട് 2. അപ്പം 1 2 3 4 5 6. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും √2n-1 എന്ന് പറഞ്ഞാൽ 2/6. 2/6 കണ്ടോ. 1 2 3 4 5 6. അപ്പൊ 2നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 64 കിട്ടുന്നത്. പക്ഷെ നമുക്കൊരു പ്രശ്നം, ഇവിടെ √2 ആണ്. പക്ഷെ ഇവിടെ √2 ഉണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഇക്വേഷൻ അപ്ലൈ. ഇവിടെ a ആണെങ്കിൽ ഇവിടെ a തന്നെ വരണം.
ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ ബി തന്നെ വേണം, ഇവിടെ റൂട്ട് 2 ആണെങ്കിൽ ഇവിടെ റൂട്ട് 2 തന്നെ വരണം. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഈ 2 നമുക്ക് എങ്ങനെ ആക്കാം ശ്രദ്ധിച്ചു പോകണം. √2 റൈസ് ടു n-1. ഈ 2 നമുക്ക് √2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. √2 സ്ക്വയർ 2 ആ, √3 സ്ക്വയർ 3 ആ, √4 സ്ക്വയർ 4 ആ, √5 സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് മാറി 5 ആ. അപ്പൊ √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 തന്നെ വരും. പക്ഷേ ദി ഹോൾ റൈസ് ടു 6 കിടപ്പുണ്ട്. ദി ഹോൾ റൈസ് ടു 6 ആണ്. ഈ വെറും 2 നമ്മൾ √2 സ്ക്വയർ എന്ന് എഴുതി. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആ, √2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ആ. ആ 2 റൈസ് ടു 6 എന്ന് എഴുതി. ആ 6 അതുപോലെ തന്നെ എഴുതി. അപ്പൊ ശ്രദ്ധിക്കുക, √2 റൈസ് ടു n-1 is equal to ഇത് കണ്ടോ, a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n. എന്താ a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n? a റൈസ് ടു mn. a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a റൈസ് ടു m. ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം √2 റൈസ് ടു 12, 2 into 6 12. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ഉണ്ട്, ഇവിടെ √2 ഇവിടെ √2. അപ്പൊ ഇത് രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. n-1 12, n is equal to 12 plus 1 n 13. കേട്ടോ, ബേസ് ഈക്വൽ ആയി എയും എയും വരുന്ന പോലെ √2 വന്നു. അപ്പൊ √2 റൈസ് ടു n-1 √2 റൈസ് ടു 12 ആണ്. അപ്പൊ n-1 12 ആണ്. അപ്പൊ n is equal to 12 plus 1 n is equal to 13, 13. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 13th ടേം ഈസ് 128. 13ാമത്തെ പദമാണ് വേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചോളുക, നമ്മൾ ആ വാല്യൂ കണ്ടോ, എയുടെ വാല്യൂ കൊടുത്തു, ആറിന്റെ വാല്യൂ കൊടുത്തു, റേസ് ടു n അറിയത്തില്ല, n കണ്ടു, നമ്പർ ഓഫ് ടൈംസ് ആ കണ്ടുപിടിക്കുന്നത്. അപ്പൊ an 128 തന്നു. അതുകൊണ്ടാണ് ഈ തിരിച്ച് ഇക്വേഷൻ an ആൻസർ തന്നുകൊണ്ടാണ് an റൈറ്റ് സൈഡിൽ എഴുതിയത് കേട്ടോ. അപ്പൊ 2, അപ്പൊ നമുക്ക് √2 റൈസ് ടു n-1 128/2 എന്ന് പറയുമ്പോൾ 64. ഇവിടുന്ന് 64. അപ്പൊ നമുക്ക് ഇവിടെ 64നെ ഇത് കണ്ടോ, ഇത് ഈ മെത്തേഡ് എക്സ്പോണൻഷ്യലിൽ നിന്ന് n കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം ആക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ a ആണെങ്കിൽ ഇവിടെ, അപ്പൊ ഇവിടെ √2 ആണ്, ഇവിടെ √2 കൊണ്ടുവരാം. പക്ഷെ 64നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 2 റൈസ് ടു 6 എന്ന് തോന്നും. പക്ഷെ ഇവിടെ √2 ആണെങ്കിൽ ഇവിടെ √2 വരണ്ടേ. അപ്പൊ 2നെ √2 സ്ക്വയർ എന്ന് എഴുതും. √2 സ്ക്വയർ ദി ഹോൾ റൈസ് ടു 6. അപ്പം എന്ത് വന്നു, ഇവിടെ √2 വന്നപ്പോൾ ഇവിടെ √2 വന്നപ്പോൾ a റൈസ് ടു m ദി ഹോൾ റൈസ് ടു n a റൈസ് ടു m. √2 സ്ക്വയർ 2, √3 സ്ക്വയർ 3, √4 സ്ക്വയർ 4, √5 സ്ക്വയർ 5. അപ്പം കേട്ടോ, അപ്പം എക്സ്പോണൻഷ്യൽ നമ്മൾ ബേസ് ഈക്വൽ ആയി. എക്സ്പോണൻഷ്യൽ n-1 ഈസ് ഈക്വൽ ടു 12. അപ്പം n is equal to 12 plus 1 n is equal to 13. അപ്പം 13th ടേം ആണ് ഈ സീക്വൻസിന്റെ 13th ടേം ആണ് 128. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക്, വിച്ച് ടേം ഓഫ് സീക്വൻസ് √3, 3, 3 √3 എക്സെട്ര is 729. 199ാമത്തെ പേജിൽ കിടപ്പുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. √3, 3, 3 √3 എക്സെട്ര ഈ സീക്വൻസിന്റെ എത്രാമത്തെ ടേം ആണ് 729? നമുക്ക് a എന്ന് പറഞ്ഞാൽ √3, r എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യത്തെ പദം കുറയ്ക്കുക, അപ്പൊ ഡിവൈഡ് ചെയ്യുക 3/√3. പക്ഷെ ഇതിങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ 3യെ നമുക്ക് √3 into √3 എന്ന് എഴുതാം ബൈ √3. അത് കാരണം 5 എന്ന് പറഞ്ഞാൽ √5 into √5 ആണ്. 7 എന്ന് പറഞ്ഞാൽ √7 into √7 ആണ്. 9 എന്ന് പറഞ്ഞാൽ √9 into √9. അപ്പം ഈ √3 into √3 എന്ന് പറയുമ്പോൾ 3 റൂട്ട് അങ്ങ് മാറും. രണ്ട് റൂട്ട് ഒരുമിച്ച് വന്നാൽ അത് മാറും. അത് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ആണ്. √3 into 3 എന്ന് പറയുമ്പോൾ √9, ഒരു റൂട്ടിനകത്ത് √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ √3 ക്യാൻസൽ ചെയ്തു. അപ്പൊ r is equal to √3. കോമൺ റേഷ്യോ √3 ആണ്. പക്ഷേ ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ എന്താ, nth ടേം an എന്ന് പറയുന്ന 729. an എന്ന് പറയുന്നതാണ് 729 അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ, മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ar raised to n-1 is equal to a. ഞാൻ തിരിച്ച് an റൈറ്റ് സൈഡിലോട്ട് എഴുതുന്നുള്ളേ ഉള്ളൂ. an is equal to ar raised to n-1. ഞാൻ തിരിച്ച് an ആൻസർ തന്നിരിക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് എഴുതുന്നുള്ളേ ഉള്ളൂ. a എന്ന് പറഞ്ഞാൽ √3 into r എന്ന് പറഞ്ഞാൽ √3 raised to n-1 is equal to an എന്ന് പറഞ്ഞാൽ 729. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ √3 raised to n-1 കണ്ടുപിടിച്ചാൽ 729/√3 എന്ന് കിടക്കും. പക്ഷെ 729/√3 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. √3 ഇറാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, വെറും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. തൊട്ട് മുമ്പിനകത്ത് പക്ഷെ ഇവിടെ 2 ആയിരുന്നു, അതുകൊണ്ട് all divided by 2 എന്ന് എഴുതായിരുന്നു തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം. ഇതത് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം അറിയോ, √3 നമ്മൾ √3 raised to 1 എന്ന് സങ്കല്പിക്കുക into √3 raised to n-1 is equal to 720. അപ്പൊ ഏത് ഇപ്പൊ p എന്ന് പറഞ്ഞാൽ p raised to 1, q എന്ന് പറഞ്ഞാൽ q raised to 1.
എം എന്ന് പറഞ്ഞാൽ എം റേസ് ടു 1. അതുപോലെ √3 റേസ് ടു 1 എന്നൊക്കെ സങ്കല്പിച്ചപ്പോൾ നോക്കിയപ്പോ ഇക്വേഷൻ ആയി എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എന്താ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ? എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ ഇവിടെ √3 റേസ് ടു 1 പ്ലസ് എൻ മൈനസ് കണ്ടോ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം പ്ലസ് എൻ. 1 പ്ലസ് എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 729. പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തു. √3 റേസ് ടു n is equal to 729. √3 റേസ് ടു n is equal to 729. കണ്ടോ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എ റേസ് ടു എം പ്ലസ് എൻ. ഇത് എമ്മും ഇത് എന്നും ആണ്. അപ്പം എം പ്ലസ് എൻ പ്ലസ് 1 മൈനസ് 1 പോയി √3 റേസ് ടു n 729. ഇനി നമ്മൾ മുമ്പ് ചെയ്തതുപോലെ 729 ഫാക്ടറൈസ് ആക്കണം. പക്ഷെ ഫാക്ടറൈസ് ആകുന്ന ഒരു പ്രശ്നം √3 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട്. 729 3 കൊണ്ട് പറ്റും. 243. വീണ്ടും 3 കൊണ്ട് 81. വീണ്ടും 3 കൊണ്ട് 27. 3 കൊണ്ട് 9. 3 കൊണ്ട് 3. 1 2 3 4 5 6. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? √3 റേസ് ടു n ഈസ് ഈക്വൽ ടു 3 റേസ് ടു 6. 3 റേസ് ടു 6. അപ്പോൾ √3 റേസ് ടു n ഇസ് ഈക്വൽ ടു വെറും 3 എന്ന് പറഞ്ഞാൽ √3 ദി ഹോൾ സ്ക്വയർ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എ റേസ് ടു എം ഇസ് ഈക്വൽ ടു എ റേസ് ടു n ആണെങ്കിൽ ബേസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻഷ്യൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈക്വൽ ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ √3 ആണ്, ഇവിടെ √3. അപ്പൊ നമുക്ക് ഈ 3 √3 സ്ക്വയർ എന്ന് എഴുതി ദി ഹോൾ റേസ് ടു 6. അപ്പോൾ √3 റേസ് ടു n ഇസ് ഈക്വൽ കണ്ടോ, എ റേസ് ടു m ദി ഹോൾ റേസ് ടു n, എ റേസ് ടു mn, √3 റേസ് ടു 12. കാരണം അതേ ഇക്വേഷൻ എ റേസ് ടു m ദി ഹോൾ റേസ് ടു n. എ റേസ് ടു m ദി ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എ റേസ് ടു mn, m എന്നോട് മൾട്ടിപ്ലൈ 2 6 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കണ്ടോ ബേസ് ഈക്വൽ ആയി √3 എന്ന് വന്നു, √3 എന്ന് വന്നു. അപ്പം ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാം. n ഇസ് ഈക്വൽ ടു 12. അതായത് if a raised to m is equal to a raised to n ആണെങ്കിൽ m is equal to n. അപ്പൊ നമുക്ക് എഴുതാം therefore 12th term is 720. 12th term is 720. Okay.